അപ്പോൾ നമ്മൾ എല്ലാ വിദ്യാഭ്യാസ കമ്മീഷനുകളും ഒരു ടേബിളിലാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന്റെ റെക്കമെൻഡേഷൻസും ഒരു അവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മളോട് കൊടുത്തിട്ടുള്ളത്. അതാണ് നമ്മുടെ പരീക്ഷയ്ക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. അപ്പൊ അത് പഠിച്ചിട്ട് പോയ ഒരാൾക്ക് ഈസി ആയിട്ട് കാര്യങ്ങൾ ഓർത്തിരിക്കാനും പരീക്ഷാ പേപ്പറിൽ ക്വസ്റ്റ്യൻ വരുമ്പം ഈസി ആയിട്ട് അത് സോൾവ് ചെയ്യാനായിട്ടും സാധിക്കും. ഹലോ കൂട്ടുകാരെ, 2024 ഇങ്ങനെ എത്തി അല്ലെ. 2024 എന്ന് പറയുന്നത് തന്നെ പരീക്ഷകളുടെ ഒരു സുവർണ കാലഘട്ടമാണ് അല്ലെ. LDC തൊട്ട് LSGS വരെ അങ്ങ് നീളുന്ന പരീക്ഷാ നിര. അപ്പോ നിങ്ങൾക്ക് മുന്നിൽ എങ്ങനെ പഠിക്കണം, എവിടെ തുടങ്ങണം എന്നൊക്കെ കുറെ കൺഫ്യൂഷൻ കുറെ പേർക്കെങ്കിലും കാണും. ഡിഗ്രി സ്റ്റുഡൻസിന് പ്രത്യേകിച്ച് കാണും. LDCക്കാരെ സംബന്ധിച്ചാണെങ്കിൽ റിസോഴ്സസ് സുലഭമായിട്ട് അവൈലബിൾ ആണ്. ഇതിൽ ഏത് പഠിക്കണം, ഏത് തള്ളണം എന്നുള്ളതായിരിക്കും ചോദ്യം. അപ്പോ നമ്മളുടെ എൻട്രിയുടെ റാങ്ക് ഫയൽ ആണ് ഇപ്പൊ ഇവിടെ ഒരു ചോദ്യമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ എത്തിയിരിക്കുന്നത്. നമ്മളുടെ എൻട്രി റാങ്ക് ഫയൽ ഉപയോഗിച്ച് നിങ്ങളുടെ സ്കോർ ഉയർത്താനായിട്ട് സാധിക്കുമോ, നിങ്ങളുടെ LDC സ്കോർ ഉയർത്താനായിട്ട് സാധിക്കുമോ? ഈ ഒരു വീഡിയോ നിങ്ങൾക്കുള്ള ഒരു മറുപടി ആയിരിക്കും. അപ്പോൾ നമ്മളുടെ റാങ്ക് ഫയൽ ഇറങ്ങിയത് ഒരു സെപ്റ്റംബർ മാസത്തിലാണ്. കഴിഞ്ഞ വർഷം സെപ്റ്റംബറിലാണ് നമ്മളുടെ റാങ്ക് ഫയൽ ഇറങ്ങുന്നത്. അതിനുശേഷം വന്ന 2 ചോദ്യപേപ്പറുകൾ അതിനെ നമ്മളൊന്ന് വിശകലനം ചെയ്യുവാണ്. നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻസും പേജ് ടു പേജ് നമ്മൾ നോക്കുന്നില്ല. നിങ്ങൾക്ക് അറിയാം, PSC കുറച്ചു കാലം പഠിച്ച ഒരാളെ സംബന്ധിച്ചാണെങ്കിൽ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുവാണെങ്കിൽ അയാൾക്ക് ഓൺ ആൻ ആവറേജ് കുറെ ക്വസ്റ്റ്യൻസ് നമുക്ക് ഉത്തരം എഴുതാനായിട്ട് സാധിക്കും. അതല്ലാതെ കുറച്ച് നന്നായിട്ട് പഠിച്ചവർക്ക് മാത്രം എഴുതാൻ പറ്റുന്ന തരത്തിലുള്ള കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുള്ള, അല്ലെങ്കിൽ എവിടെയും ചോദിക്കാത്ത, ഇതുവരെ പ്രീവിയസ് ഇയേഴ്സിൽ ഒന്നും ചോദിക്കാത്ത കുറച്ച് ക്വസ്റ്റ്യൻസും ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണും. ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസുകളായിട്ട് മാറുന്നത്. ഇവയാണ് ഒരാളുടെ പൊസിഷൻ, ഒരാളുടെ റാങ്ക് നിർണ്ണയിക്കുന്ന ചോദ്യങ്ങൾ. അത്തരത്തിൽ ഈ ചോദ്യപേപ്പറുകൾ, ഈ 2 ചോദ്യപേപ്പറുകൾ വന്നിട്ടുള്ള ചോദ്യങ്ങൾ മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കൂടി വിശകലനം ചെയ്യുന്നത്. ഈ റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യനുകൾ നമ്മുടെ റാങ്ക് ഫയൽ പഠിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ റാങ്ക് ഫയൽ പഠിച്ച ഒരാൾക്ക് കിട്ടുമായിരുന്നോ? അങ്ങനെ അവർക്ക് സ്കോർ ഉയർത്താനായിട്ട് സാധിക്കുമോ? നമുക്ക് നോക്കാം അല്ലെ. അപ്പൊ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം: അട്ടപ്പാടിയിലെ ഗോത്ര സമൂഹങ്ങൾക്കിടയിൽ ഇന്നും നിലവിൽ ഉള്ള കൃഷി രീതി ഏത്? A. പൊലികൂട്ടൽ, B. കൊണ്ടൂർ കൃഷി, C. പുനം കൃഷി, D. ഇടവരി കൃഷി. ഇത് ഒരു റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ ആണ്. അതിന്റെ കൃത്യമായിട്ടുള്ള ഉത്തരം നമ്മുടെ റാങ്ക് ഫയലിൽ ഉണ്ടായിരുന്നു. നമ്മുടെ സംഘകാല കൃതികളെ പറ്റി പരാമർശിക്കുന്നിടത്ത് പുറനാനൂറ് എന്ന് പറയുന്ന കൃതിയുടെ താഴെയായിട്ട് കൊടുത്തിട്ടുണ്ട്. അട്ടപ്പാടിയിലെ ചില ഗോത്ര സമൂഹങ്ങൾക്കിടയിൽ ഇന്നും നിലനിൽക്കുന്ന പുനം കൃഷി എന്ന കാർഷിക രീതിയെക്കുറിച്ച് ഇതിൽ പരാമർശിക്കുന്നു. പുറനാനൂറ് എന്ന് പറയുന്ന സംഘകാല കൃതിയിലാണ് ഈ പുനം കൃഷി എന്ന് പറയുന്ന കൃഷി രീതിയെ പറ്റി പറയുന്നത്. അതായിരുന്നു നമ്മുടെ ചോദ്യം. നമ്മുടെ റാങ്ക് ഫയലിൽ അത് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം അടുത്ത ചോദ്യം: പഴന്തമിഴ് പാട്ടുകളിൽ പരാമർശമുള്ള കേരളത്തിലെ ഒരു പഴവർഗം ഏത്? A. കൈതച്ചക്ക, B. ചക്ക, C. മാങ്ങ, D. വാഴപ്പഴം. ഇതിനുള്ള ഉത്തരവും നമ്മുടെ റാങ്ക് ഫയലിൽ കൃത്യമായിട്ട് കൊടുത്തിരുന്നു. ആ സംഘകാല കൃതികളിൽ നിന്ന് തന്നെയാണ് ഈ ചോദ്യം വന്നിട്ടുള്ളത്. ചക്കയെക്കുറിച്ചുള്ള പരാമർശങ്ങളും ഈ കൃതികളിലുണ്ട്. ഏത് കൃതികളിൽ? സംഘകാല കൃതികളിൽ. കേരള ചരിത്രത്തിന്റെ സാഹിത്യ സ്രോതസ്സുകൾ എന്ന് പറയുന്ന സിലബസിലെ പോർഷനിൽ നിന്നാണ് ഈ ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. അപ്പൊ ഈ പോർഷന്റെ ഒരു ഇമ്പോർട്ടൻസും കൂടിയാണ് ഈ ചോദ്യങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്നത്. അപ്പൊ ഈ പോർഷൻ ഒരു കാരണവശാലും പഠിക്കാതെ പരീക്ഷയ്ക്ക് പോകരുത്. ഓക്കെ, നമ്മളുടെ NCERTസിലും SCERTസിലും, NCERTs എന്ന് പറയുമ്പോൾ നമ്മളുടെ +2 SCERTസിന്റെ ഒരു ചാപ്റ്റർ ഉണ്ട്. എനിക്ക് തോന്നുന്നു 13ാമത്തെ ചാപ്റ്റർ ആണ്. അതിൽ നിന്നാണ് നമ്മുടെ സാഹിത്യ സ്രോതസ്സുകളുടെ SCERTയുടെ ഭാഗത്തു നിന്നുള്ള ചാപ്റ്റർ അതാണ്. അത് പഠിച്ചിട്ട് വേണം നിങ്ങൾ പരീക്ഷയ്ക്ക് വേണ്ടി പോകാൻ വേണ്ടിയിട്ട്. അതും അതിന്റെ താഴെ SCERTസിൽ താഴെയുള്ള ക്ലാസ്സുകളിലും ഇതിനെപ്പറ്റി പരാമർശിച്ചിട്ടുണ്ട്. അതെല്ലാം ഒറ്റയെടുത്ത് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ എൻട്രി റാങ്ക് ഫയലും നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്നതാണ്. അടുത്ത ചോദ്യം: കേരളത്തിലെ കാടുകളിൽ വിസ്തൃതിയിൽ ഏറ്റവും കൂടുതൽ ഉള്ള വിഭാഗം ഏത്? A. നിത്യഹരിത വനങ്ങൾ, D. വരണ്ട ഇലപൊഴിയും വനങ്ങൾ, C. ആർദ്ര ഇലപൊഴിയും വനങ്ങൾ, D. ചോലവനങ്ങൾ. അപ്പൊ കുറച്ചു കാലമെങ്കിലും PSC നോക്കിയ ഒരാൾക്ക് ഇലപൊഴിയും വനങ്ങളാണ്, ഡെസിഡസ് ഫോറസ്റ്റുകളാണ് എന്നുള്ള കാര്യം കൃത്യമായിട്ട് വിലയിരുത്താനായിട്ട് പറ്റും. പക്ഷെ നമുക്കൊരു സംശയമാണ്, B ആണോ C ആണോ എന്നുള്ളത്, വരണ്ടതാണോ ആർദ്ര ആണോ എന്നുള്ളത് ഒരു സംശയം. അത് സാധാരണ കുട്ടികൾക്ക് എക്സാം ഹാളിൽ സ്ട്രെസ്സും കൂടെ ഒരു ഫാക്ടറാണ്. അത് കാരണം ഒരു കൺഫ്യൂഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നമ്മുടെ റാങ്ക് ഫയൽ അത് കൃത്യമായിട്ട് 2 ഇടത്താണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വനങ്ങൾ മൺസൂൺ വനങ്ങൾ അഥവാ ഉപോഷ്ണ ആർദ്ര ഇല പൊഴിയും കാടുകൾ. ഇവിടെയും കൊടുത്തിട്ടുണ്ട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വനങ്ങളാണ് ഇവ. മോയിസ്റ്റ് ഡിസ്യൂഡസ് ഫോറസ്റ്റ്,
അഥവാ ട്രോപ്പിക്കൽ ഡെസിഡസ് ഫോറസ്റ്റ്. അതാണ് ഇംഗ്ലീഷിൽ ഇവരുടെ നാമം. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ 10+2+3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കാൻ ശുപാർശ ചെയ്ത കമ്മീഷൻ ഏത്? എ. ഡോക്ടർ എസ് രാധാകൃഷ്ണൻ, ബി. മുതലിയാർ കമ്മീഷൻ, സി. കോത്താരി കമ്മീഷൻ, ഡി. ഖാദർ കമ്മീഷൻ. ഇത് വിദ്യാഭ്യാസ കമ്മീഷനുകളെ പറ്റി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അത് കൃത്യമായിട്ട് നമ്മുടെ റാങ്ക് ഫയലിൽ ഇങ്ങനെ ഒരു ടേബിൾ ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ നമ്മളുടെ റാങ്ക് ഫയൽ റെഫർ ചെയ്ത് പോയ ഒരാൾക്ക് ഈ ക്വസ്റ്റ്യൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കി കാണില്ല. ഡോക്ടർ D.S. കോത്താരി കമ്മീഷൻ ആണ് 10+2+3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കണം എന്ന് ശുപാർശ ചെയ്തത്. അപ്പോൾ നമ്മൾ എല്ലാ വിദ്യാഭ്യാസ കമ്മീഷനുകളും ഒരു ടേബിളിലാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന്റെ റെക്കമെൻഡേഷൻസും അവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മളോട് കൊടുത്തിട്ടുള്ളത്. അതാണ് നമ്മുടെ പരീക്ഷയ്ക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. അപ്പൊ അത് പഠിച്ചിട്ട് പോയ ഒരാൾക്ക് ഈസി ആയിട്ട് കാര്യങ്ങൾ ഓർത്തിരിക്കാനും പരീക്ഷാ പേപ്പറിൽ ക്വസ്റ്റ്യൻ വരുമ്പം ഈസി ആയിട്ട് അത് സോൾവ് ചെയ്യാനായിട്ടും സാധിക്കും. അടുത്ത ചോദ്യം, ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ ആരുടെ പുസ്തകമാണ്? ഒത്തിരി പേര് ഒത്തിരി പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അപ്പൊ അതിൽ ഏതാണ് ഇമ്പോർട്ടന്റ്, അതാണ് മനസ്സിലാക്കാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ടുള്ളത്. അപ്പൊ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കേണ്ടി വരും. അവിടെ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ഇമ്പോർട്ടന്റ് ആണ്. അല്ലെങ്കിൽ ഏതെങ്കിലും ഇവന്റുമായിട്ട് ബന്ധപ്പെട്ട പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് ഇമ്പോർട്ടന്റ് ആണ്. നമ്മളുടെ സ്വാതന്ത്ര്യ കാലഘട്ടത്തിലെ നേതാക്കൾ ഉണ്ടല്ലോ, അവർ എഴുതിയ പുസ്തകങ്ങൾ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇതെല്ലാം നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടണ്ട. റാങ്ക് ഫയലിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പ്രധാനപ്പെട്ട കൃതികൾ ഏതാണെന്നുള്ളത് നമ്മൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ എഴുത്തുകാരെ നമ്മൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ VP മേനന്റെ പുസ്തകമാണ്. അപ്പൊ നിങ്ങൾക്ക് എന്താ ഇതിന് മനസ്സിലായത്? നമ്മൾ നേരത്തെ എഡ്യൂക്കേഷണൽ കമ്മീഷൻസ് പറഞ്ഞപ്പം അവിടെ നമ്മളൊരു ടേബിൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഇവിടെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. സോ ടേബിൾസ് ഒരു കാരണവശാലും മിസ്സാക്കാതിരിക്കുക. അവിടെ നമുക്ക് കുറെ അധികം കാര്യങ്ങൾ വളരെ പ്രിസൈസ് ആയിട്ട് വേണ്ടത് മാത്രം കൊടുത്ത് ഹൈലൈറ്റ് ചെയ്താണ് അവിടെ ഇട്ടിട്ടുള്ളത്. അത് നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടിയിട്ടും അതിന്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടും കൂടിയാണ്. അപ്പം അത് കൃത്യമായിട്ട് പഠിച്ചിട്ട് പോവുക. ഇതുപോലെ തന്നെ നമുക്ക് ഡയഗ്രാംസ്, ബയോളജിയുടെ ഭാഗത്ത് ഡയഗ്രാംസ് കാണാൻ പറ്റും, ജോഗ്രഫിയുടെ സ്ഥലത്ത് മാപ്സ് കാണാൻ പറ്റും. അപ്പൊ ഇതൊരു വിഷ്വൽ ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ ഉടക്കാൻ വേണ്ടിയിട്ടാണ് ഈ തരത്തിലുള്ള ഡിവൈസസുകൾ നമ്മൾ റാങ്ക് ഫയലിൽ യൂസ് ചെയ്തിട്ടുള്ളത്. സോ അത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളുടെ പഠനത്തെ കുറേം കൂടെ നന്നായിട്ട് മുന്നിലേക്ക് എത്തിക്കാൻ, നിങ്ങളുടെ റാങ്ക് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ നിങ്ങളെ സഹായിക്കും. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് ഡാഷ്. എ. വികിരണം, ബി. സംവഹനം, സി. ചാലനം, ഡി. പ്രസരണം. അപ്പോൾ നമ്മളുടെ റാങ്ക് ഫയലില് എല്ലാ താപപ്രേഷണ രീതികളെ പറ്റിയും കൃത്യമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട്. ഇവിടെ സംവഹനമാണ് ഉത്തരം. തന്മാത്രകളുടെ സ്ഥാനചലനം മൂലം താപപ്രേഷണം ചെയ്യുന്നു. നിങ്ങൾ നോക്കുവാണെങ്കിൽ അതേ സെന്റൻസ് ആണ് റാങ്ക് ഫയലിൽ കിടക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് സംശയം തോന്നും, ഇതെങ്ങനെ, ഇത് മാജിക് ആണോ? അല്ല, ഇത് മാജിക് അല്ല. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് ഒരു വർഷം മെനക്കെട്ടിരുന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ച ഒരു കാര്യമാണ് ഈ റാങ്ക് ഫയൽ എന്ന് പറയുന്നത്. കൃത്യമായിട്ടുള്ള റെഫറൻസുകൾ നടത്തിയാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഈ റാങ്ക് ഫയൽ എത്തിച്ചിട്ടുള്ളത്. SCRTs, NCRTs, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, ഇത് തന്നെയാണ് നമ്മുടെ റാങ്ക് ഫയലിന്റെ ക്രക്സ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈ ചോദ്യ പേപ്പറിൽ വന്നിട്ടുള്ള ചോദ്യങ്ങളുടെ അതേ സെന്റൻസ് പോലും നമുക്ക് ഈ റാങ്ക് ഫയൽ കണ്ടെത്താനായിട്ട് സാധിക്കുന്നത്. കാരണം ഇതൊരു SCRT പുസ്തകത്തിലെയോ അല്ലെങ്കിൽ NCRT പുസ്തകത്തിലെയോ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യമാണ്. അത് നമ്മൾ റാങ്ക് ഫയലിലേക്ക് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. കൃത്യമായിട്ടുള്ള കാൽക്കുലേഷൻസ്, കൃത്യമായിട്ടുള്ള പ്രിപ്പറേഷൻസ് നടത്തിയിട്ടാണ് ഈ റാങ്ക് ഫയൽ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വിശ്വസിച്ച് പഠിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അത് തന്നെ ഇപ്പൊ ചാലനം, സംവഹനം, വികിരണം 3 രീതിയിലുള്ള താപപ്രേഷണ രീതികളാണ്. അത് തന്നെ നിങ്ങൾക്ക് ടേബിളായിട്ട് കൊടുത്തിട്ടുണ്ട്. അവിടെയും ഇവിടെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് തന്മാത്രകളുടെ സ്ഥാനചലനം മൂലമാണ് സംവഹനം സംഭവിക്കുന്നത് എന്നുള്ളത്. അപ്പൊ ഈ ടേബിൾ മാത്രം പഠിച്ചിട്ട് പോയ ഒരാൾക്കും ഈ ഒരു ചോദ്യം കിട്ടുമായിരുന്നു. ഓക്കെ, അടുത്ത ചോദ്യം. 1950 ജനുവരി 24-ന് ഭരണഘടനാ നിർമ്മാണ സഭ ജനഗണമനയുടെ ഏത് ഭാഷയിലുള്ള പതിപ്പിനാണ് അംഗീകാരം നൽകിയത്? ചോദ്യം ശ്രദ്ധിക്കണം. അംഗീകാരം നൽകിയത് ഏത് പതിപ്പിനാണ് എന്നുള്ളതാണ് ചോദ്യം. ഏത് ഭാഷയിലാണ് ജനഗണമന എഴുതിയത് എന്നുള്ളതല്ല. ഈ ചോദ്യം ഒത്തിരി അധികം കുട്ടികൾക്ക് പരീക്ഷാ ഹാളിൽ തെറ്റിപ്പോയ ഒരു ചോദ്യമാണ്. അതിനാൽ തന്നെ ഇതൊരു റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ ആണ്. കുറച്ച് കൺഫ്യൂസിങ് ആക്കാൻ വേണ്ടിയിട്ട് PSC കൊടുത്ത ഒരു ചോദ്യം. ഇത് നമ്മളുടെ റാങ്ക് ഫയലിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഉത്തരം. നൊബേൽ സമ്മാന ജേതാവായ രവീന്ദ്രനാഥ് ടാഗോർ
ബംഗാളിയിൽ രചിച്ച ജനഗണമന എന്ന ഗാനം അതിന് ഹിന്ദി പതിപ്പിൽ 1950 ജനുവരി 24 ഭരണഘടനാ അസംബ്ലി ഇന്ത്യയുടെ ദേശീയ ഗാനമായി അംഗീകരിച്ചു. കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ ഇങ്ങനെയൊക്കെയുള്ള പോയിന്റുകൾ ഹൈലൈറ്റ് ചെയ്ത് തന്നെ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അവിടെ അത് കൺഫ്യൂസിങ് ഫാക്ട് ആണ് ആക്ച്വലി. ഓക്കെ, അതുകൊണ്ട് തന്നെ കൺഫ്യൂസിങ് ഫാക്ട്സ് വരുമ്പോൾ കൃത്യമായിട്ട് അതൊന്ന് എഴുതി വെക്കുവാണെങ്കിൽ നല്ലതായിരിക്കും. കാരണം അത് റാങ്ക് മേക്കിംഗ് ആവാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ്. അടുത്ത ചോദ്യം, ഉമിനീരിന്റെ pH മൂല്യം A 8 തൊട്ട് 8.5 വരെ, B 1.5 മുതൽ 3.5 വരെ, C 7 മുതൽ 8.5 വരെ, D 6.2 മുതൽ 7.6 വരെ. ഇത് നമ്മളുടെ റാങ്ക് ഫയൽ കൊടുത്തിരുന്നു. പക്ഷെ നമ്മുടെ റാങ്ക് ഫയൽ അതേ അക്കങ്ങളായിരിക്കില്ല നിങ്ങൾ കാണുന്നത്. പക്ഷെ വളരെ അടുത്തുള്ളൊരു അക്കം 6.5 to 7.4. നിങ്ങൾ ആൻസർ നോക്കുവാണെങ്കിൽ ആ ഒരു റേഞ്ചിൽ ഈ ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. ഓപ്ഷൻ ഡി ആണ് ഇതിന്റെ ഉത്തരവും. നമ്മൾ ഈ ഒരു ടേബിളിലെ ഡീറ്റെയിൽസ് എടുത്തിട്ടുള്ളത് SCRT ചാപ്റ്ററിൽ നിന്ന് ആണ്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും നിങ്ങൾക്ക് നമ്മുടെ റാങ്ക് ഫയലിൽ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പം നമുക്ക് പരീക്ഷാ പേപ്പറിൽ സെയിം ടു സെയിം ചിലപ്പോൾ കാണാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് തന്നെ അറിയാം SCRTയിൽ ഇപ്പോൾ പല സ്റ്റാൻഡേർഡിലെ ചാപ്റ്റേഴ്സിലും അക്കങ്ങൾക്ക് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വ്യതിയാനങ്ങൾ കാണാനായിട്ട് സാധിക്കും. എന്ന് വെച്ചാൽ വലിയൊരു റേഞ്ചിലുള്ള ഒരു വ്യത്യാസമല്ല, ചെറിയ രീതിയിലുള്ള വ്യത്യാസം. ആ ഒരു വ്യത്യാസം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലും നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. പക്ഷെ അത് നിങ്ങളുടെ ഉത്തരത്തെ തെറ്റിക്കില്ല എന്ന രീതിയിൽ ആയിരിക്കും PSC അതിന്റെ ഓപ്ഷൻസ് ഇടുക. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഉത്തരത്തിലേക്ക് എത്താനായിട്ട് സാധിക്കുകയും ചെയ്യും. അടുത്ത ചോദ്യം, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികളിൽ ഉൾപ്പെടാത്തത് കണ്ടെത്തുക. 1 അഭയാർത്ഥി പ്രവാഹം, 2 വർഗീയ ലഹള, 3 സ്വാതന്ത്ര്യത്തിന് ശേഷവും ഇന്ത്യയിൽ ബ്രിട്ടീഷ് അധീന പ്രദേശങ്ങൾ, നാട്ടുരാജ്യങ്ങളുടെ സംയോജനം. കുറച്ച് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇത് കൃത്യമായിട്ട് നമ്മളുടെ റാങ്ക് ഫയലിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അക്കമിട്ട് തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട വെല്ലുവിളികൾ എന്തൊക്കെ എന്നുള്ളത്. ഇത് കൃത്യമായിട്ട് നിങ്ങളുടെ സിലബസിൽ ഇങ്ങനെ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട വെല്ലുവിളികൾ എന്ത്. അതുപോലെ തന്നെ നമ്മളുടെ ഒരു NCERT അതായത് +1 +2 ആ ഒരു സെഷനിലുള്ള ഒരു ചാപ്റ്ററിന്റെ തന്നെ പേരും ഇങ്ങനെ തന്നെയാണ്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട വെല്ലുവിളികൾ, ഒരു സെഷന്റെ പേര് അത് തന്നെയാണ്. അപ്പൊ അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ടാണ് അവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് കൊടുത്തിരുന്നത് കൊണ്ടാണ് നമ്മൾ റാങ്ക് ഫയലിലേക്ക് ഇത് ഉൾപ്പെടുത്തിയത്. അതുകൊണ്ടാണ് നിങ്ങൾ ഇതിവിടെ കാണുന്നത്. സോ ഇറ്റ്സ് നോട്ട് മാജിക്. കൃത്യമായിട്ടുള്ള റെഫറൻസുകൾ നടത്തിയതിന്റെ ഫലമായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നതാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് അതവിടെ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണാനായിട്ട് സാധിക്കുന്നത്. അടുത്ത ചോദ്യം, ശരിയായ ജോഡികൾ കണ്ടെത്തുക. 1 നേഷൻ ഗോപാലകൃഷ്ണ ഗോഖലെ, 2 വോയിസ് ഓഫ് ഇന്ത്യ ലാലാ ലജ്പത് റായ്, 3 വന്ദേ മാതരം ദാദാഭായ് നവറോജി, 4 കേസരി മറാത്ത ബാലഗംഗാധര തിലക്. ഇത് നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാം, ഇത് ന്യൂസ് പേപ്പേഴ്സ് ആണ് അല്ലെ, നമ്മളുടെ ഇന്ത്യൻ ഹിസ്റ്ററി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ന്യൂസ് പേപ്പേഴ്സ് ആണ്. അപ്പൊ ഇതെല്ലാം നിങ്ങൾക്ക് ഒറ്റൊരിടത്ത് ആക്കി കിട്ടിയേക്കാണ് നമ്മുടെ റാങ്ക് ഫയലിൽ. അപ്പം ഈ ഒരു ടേബിൾ പഠിക്കുന്ന ഒരാൾക്ക് ഇന്ത്യൻ ഹിസ്റ്ററി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ പത്രങ്ങളും അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച നേതാക്കളും ഒരിടത്ത് കിട്ടുകയാണ്. അപ്പൊ നിങ്ങളൊന്നും അന്വേഷിച്ച് പോകണ്ട, എല്ലാം ഒരു സ്ഥലത്താക്കി നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ പഠനം കുറേയും കൂടി ഈസി ആയിരിക്കും. ഇത് വെച്ചിട്ട് നിങ്ങൾ കോഡൊക്കെ ഉണ്ടാക്കിയിട്ട് പഠിക്കുക. അപ്പം ഇവിടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം, വോയിസ് ഓഫ് ഇന്ത്യ ദാദാഭായ് നവറോജി ആയിരുന്നു. അതുപോലെ വന്ദേ മാതരം ലാലാ ലജ്പത് റായ് ആയിരുന്നു. ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാണ് ക്വസ്റ്റ്യൻ അവർ ഇട്ടിട്ടുള്ളത്. അടുത്ത ചോദ്യം, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ വിദ്യാഭ്യാസ കമ്മീഷനുകളെ കുറിച്ച് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. 1 ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് ഡോക്ടർ രാധാകൃഷ്ണ കമ്മീഷൻ, 2 സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ചുള്ള പഠനം ഡോക്ടർ ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ, 3 10 +2 +3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കാൻ ഡോക്ടർ DS കോത്താരി കമ്മീഷൻ, 4 യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷൻ രൂപീകരണം 1986 ദേശീയ വിദ്യാഭ്യാസ നയം. അപ്പൊ നമുക്ക് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ ഈ ഒരു ചോദ്യത്തിൽ നിങ്ങൾക്ക് എത്തുമ്പോൾ നിങ്ങൾക്ക് അറിയാം, ഈ ഒരു ചോദ്യം കുറച്ചു നേരം മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിനകത്തും വന്നിട്ടുണ്ടായിരുന്നു. അതായത് 1 നവംബറിൽ നടന്ന പരീക്ഷയും 2 ഡിസംബറിൽ നടന്ന പരീക്ഷയാണ്. രണ്ടിടത്തും വിദ്യാഭ്യാസ കമ്മീഷനെ പറ്റി ഒരു ചോദ്യം വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത ചോദ്യ പേപ്പറിൽ എന്താണ് വരാൻ പോകുന്നത് എന്ന് എല്ലാ ചോദ്യങ്ങളും നമുക്ക് എന്താ പറയാ പ്രവചിക്കാൻ പറ്റിയില്ലെങ്കിലും ഏതൊക്കെ ഭാഗങ്ങളാണ് ഹോട്ട് ടോപ്പിക്സ്, ഏതൊക്കെ ഭാഗത്താണ് കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ടതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സോ ഓരോ ചോദ്യ പേപ്പറുകൾ മുന്നിലേക്ക് വരുമ്പോൾ, ഓരോ പരീക്ഷ നിങ്ങൾ കഴിയുമ്പോൾ, നിങ്ങൾ എഴുതിയിട്ടുള്ള പരീക്ഷ അല്ലെങ്കിൽ പോലും ആ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് നോക്കുക, അതിനകത്ത് ഹോട്ട് ടോപ്പിക്സ് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. എന്നിട്ട് ആ തരത്തിൽ ആ ഡയറക്ഷനിലേക്ക് ഒന്ന് പഠിച്ചു നോക്കുക. കൂടുതൽ മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാനും പറ്റും കുറഞ്ഞ സമയത്തിനുള്ളിൽ. ഒരു സ്മാർട്ട് സ്റ്റഡി, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് സിലബസ് ഇപ്പോൾ മൊത്തത്തിൽ തീർക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും സിലബസിന്റെ ഒരു
കോർ ഏരിയ നമുക്ക് തീർത്തിട്ട് പോകാനും സാധിക്കും, നമ്മുടെ സ്കോർ ഉയർത്താനും സാധിക്കും. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ടൈം അതൊന്ന് ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ. അപ്പൊ നമ്മളുടെ റാങ്ക് ഫയലിൽ ഈ ഭാഗങ്ങൾ ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. വിദ്യാഭ്യാസ കമ്മീഷനുകളെ പറ്റി ഒരു ടേബിൾ തന്നെ കൊടുത്തിട്ടുണ്ട് അല്ലെ. ഇതാ ഡോക്ടർ എസ് രാധാകൃഷ്ണ കമ്മീഷൻ തൊട്ട് ഡോക്ടർ DS കോത്താരി കമ്മീഷൻ വരെ ഇവിടെ ഇത്രേ കാണുന്നുള്ളൂ. പക്ഷെ നമ്മളുടെ റാങ്ക് ഫയലിൽ അതിലധികം കാണാനായിട്ട് സാധ്യതകളുണ്ട്. ഓക്കെ, അപ്പൊ ഡോക്ടർ എസ് രാധാകൃഷ്ണ കമ്മീഷനാണ് യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷൻ രൂപീകരിക്കുക എന്ന് പറയുന്ന റെക്കമെൻഡേഷൻ കൊണ്ടുവന്നത്. ഡോക്ടർ ലക്ഷ്മണസ്വാമി മുതലിയാരാണ് സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്നറിയപ്പെടുന്നത്. കാരണം സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലയെ കുറിച്ചുള്ള പഠനം നടത്തിയത് ഡോക്ടർ ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷനാണ്. ഡോക്ടർ DS കോത്താരി കമ്മീഷനാണ് 10, +2, +3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കണം എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ്, അതെന്താ ഇവിടെ കൃത്യമായിട്ട് നമ്മളുടെ റാങ്ക് ഫയൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഒന്നും വിട്ടുപോയിട്ടില്ല, കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ ഈ ഒരു ഭാഗം പഠിച്ച ഒരാളെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ വിദ്യാഭ്യാസ കമ്മീഷൻ നമ്മൾ റാങ്ക് ഫയൽ ഉപയോഗിച്ച് കവർ ചെയ്ത ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ക്വസ്റ്റ്യൻ പേപ്പർ എക്സാം ഹാളിൽ കിട്ടുമ്പം അയാൾക്ക് ഒരു കൺഫ്യൂഷനും ഇല്ല, ഒരു ടെൻഷനും ഇല്ല, നേരെ ഉത്തരത്തിലേക്ക്. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായി പെട്രോളിയ ഖനനം ചെയ്ത പ്രദേശം ഏത്? A നെയ്വേലി, B ധാരിയ, C ദിഗ്ബോയ്, D മുംബൈ. ഇതിന് ചോദ്യം ഇവിടെ അതിനുള്ള ഉത്തരം കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ആസാമിലെ ദിഗ്ബോയിലാണ് ഇന്ത്യയിൽ ആദ്യമായി പെട്രോളിയം ഖനനം ചെയ്തത്. അടുത്ത ചോദ്യം, അക്കാമ ചെറിയനെ സംബന്ധിച്ച പ്രസ്താവനകൾ ശരിയായത് കണ്ടെത്തുക. 1 തിരുവിതാംകൂറിലെ ഝാൻസി റാണി, 2 തിരുവനന്തപുരത്തെ ജോവാൻ ഓഫ് ആർക്ക്, 3 അക്കാമ ചെറിയന്റെ ആത്മകഥ, ജീവിതം ഒരു സമരം. അപ്പൊ നമുക്ക് ഓപ്ഷൻസും തന്നിട്ടുണ്ട്. ഇത് കൃത്യമായിട്ട് നമ്മളുടെ റാങ്ക് ഫയലിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. തിരുവിതാംകൂറിന്റെ ഝാൻസി റാണി, അക്കാമ ചെറിയന്റെ ആത്മകഥ, ജീവിതം ഒരു സമരം. കേരളത്തിന്റെ ജോവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്ന വനിത അക്കാമ ചെറിയൻ. ഞാനിത് 3 ക്ലിപ്സ് ആയിട്ട് തരാനുള്ള കാര്യം എന്ന് പറയുന്നത് 3 പേജിലായിരുന്നു. 3 പേജിലാന്ന് പറയുമ്പോൾ ചിതറിക്കിടക്കുകയല്ല, അക്കാമ ചെറിയാൻ എന്ന് പറയുന്ന പോർഷന്റെ ഉള്ളിലാണ് ഈ 3 വിഭാഗങ്ങളും വന്നിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് ഈസിയാണ്. എല്ലാം ഒരു സ്ഥലത്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുകയാണ്, പഠിച്ചാൽ മാത്രം മതിയാകും. അടുത്ത ചോദ്യം, സ്വാതന്ത്ര്യാനന്തരം കേരളത്തെ ഒരു പ്രത്യേക സംസ്ഥാനമായി പുനഃസംഘടിപ്പിക്കണമെന്ന പ്രമേയം അവതരിപ്പിച്ച സംസ്ഥാന കോൺഗ്രസ് സമ്മേളനം നടന്ന സ്ഥലം ഏത്? A ഒറ്റപ്പാലം, B പയ്യന്നൂർ, C തൃശൂർ, D കൊച്ചി. കേരള ഹിസ്റ്ററിയിൽ ഇപ്പൊ വളരെ ഇമ്പോർട്ടൻസ് കൂടി വരുന്ന ഒരു ഭാഗമാണ് കോൺഗ്രസ് സമ്മേളനങ്ങൾ നടന്ന സ്ഥലങ്ങൾ. അത് നിങ്ങൾക്ക് ഒരിക്കലും മിസ്സാവാതിരിക്കാൻ വേണ്ടിയിട്ട് എഗെയിൻ അതൊരു ടേബിളിലാക്കി തന്നെയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അത് മനഃപ്പാഠമാക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമ്മുടെ ചോദ്യത്തിനുള്ള ഉത്തരം ഇവിടെ ഉണ്ടോ നോക്കുക. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ മലയാള ഭാഷ സംസാരിക്കുന്നവരെ ഒന്നിച്ച് ഒരു സംസ്ഥാനം ആക്കി മാറ്റുക എന്ന ആശയം കേന്ദ്ര നേതൃത്വത്തോട് ആവശ്യപ്പെട്ട രാഷ്ട്രീയ സമ്മേളനവും ഇതാണ്. ഏതിനെ പറ്റിയാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? കേരള പ്രൊവിൻഷ്യൽ കോൺഗ്രസ് കമ്മിറ്റിയുടെ 4ാം സമ്മേളനത്തെ പറ്റിയാണ് പറയുന്നത്. 1928 പയ്യന്നൂരിൽ ജവഹർലാൽ നെഹ്റുവിന്റെ അധ്യക്ഷതയിൽ നടന്ന പയ്യന്നൂർ സമ്മേളനത്തെ പറ്റിയാണ് പറയുന്നത്. സോ ആൻസർ ഈസ് പയ്യന്നൂർ. അടുത്ത ചോദ്യം, ഗാന്ധിയും അരാജകത്വവും എന്ന ഗ്രന്ഥം രചിച്ചത് ആര്? A EMS, B C ശങ്കരൻ നായർ, C സ്വദേശാഭിമാനി, D പട്ടം താണുപിള്ള. ഉത്തരം എവിടെ കിടക്കുന്നതെന്ന് നോക്കൂ. ഗാന്ധിയൻ സമരമാർഗങ്ങളോട് കടുത്ത വിയോജിപ്പുണ്ടായിരുന്ന ചേറ്റുവ ശങ്കരൻ നായർ ഗാന്ധിയെ പറ്റി എഴുതിയ പുസ്തകം ഗാന്ധിയും അരാജകത്വവും. നമ്മളുടെ ഉത്തരമായിട്ട് കൊടുത്തിരുന്നത് ഗാന്ധിയും അരാജകത്വവും എന്നുള്ളതായിരുന്നു. PSC നേരെ ഉൾട്ടയടിച്ചാണ് ചോദ്യം ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ ചേറ്റുവ ശങ്കരൻ നായരെ പറ്റിയാണ്, ആദ്യകാല കോൺഗ്രസ് നേതാക്കളെ പറ്റി പറഞ്ഞു വരുമ്പോഴാണ് ഇതെല്ലാം പറയുന്നത്. അപ്പൊ ഒരു കഥ പോലെ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആ ഒരു സ്റ്റൈലിലാണ് നമ്മളുടെ റാങ്ക് ഫയലിലെ പല ഭാഗങ്ങളും നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പം കൂടുതൽ കാര്യങ്ങൾ ഓർത്തിരിക്കാനായിട്ടും നിങ്ങൾക്ക് സാധിക്കും. എന്നിരുന്നാലും ഈ റാങ്ക് ഫയൽ എന്ന് പറയുന്നത് ഒരു 10,000 പേജസിന് മുകളിലുള്ള ഒരു റാങ്ക് ഫയൽ ആണ് അല്ലെ. വളരെ ഒരു ബൃഹത്തായിട്ടുള്ള ഗ്രന്ഥമാണ് ഈ റാങ്ക് ഫയൽ എന്ന് പറയുന്നത്. ഒത്തിരി അധികം ആളുകൾ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഇതിനകത്ത് തെറ്റുകൾ കടന്നു വരാനുള്ള സാധ്യതകളുണ്ട്, സാഹചര്യങ്ങളുണ്ട്. അത് നമ്മൾ തള്ളിക്കളയുന്നില്ല. പക്ഷേ ഈ ഒരു റാങ്ക് ഫയൽ നമുക്ക് എറർ ഫ്രീ ആക്കാനുള്ള ബാധ്യതയും ഞങ്ങൾക്കുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് 3ാമത്തെ എഡിഷൻ വരുമ്പോഴേക്കും ആദ്യത്തെ 2 എഡിഷനിൽ ഉണ്ടായിട്ടുള്ള തെറ്റുകൾ ഞങ്ങൾക്ക് തിരുത്തേണ്ടതായിട്ടുണ്ട്. പക്ഷെ ആദ്യത്തെ 2 എഡിഷൻസ് വാങ്ങിയ കുട്ടികളെ നമുക്ക് വിട്ടുകളയാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ചെയ്യുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോന്റെ ഡിസ്ക്രിപ്ഷനിലായിട്ട് ഒരു PDF നിങ്ങൾക്ക് അവൈലബിൾ ആക്കി തരുന്നുണ്ടാവും. ആ PDFന്റെ അകത്ത് ഇതുവരെ കണ്ടുപിടിച്ചിട്ടുള്ള ഇതിന്റെ അകത്ത് വന്നിട്ടുള്ള കറക്ഷൻസ് അവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് അത് നോക്കിയിട്ട് റെഫർ ചെയ്തിട്ട് പഠിക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് അങ്ങനെ ഒത്തൊരുമിച്ച് പഠിച്ചു മുന്നേറാം. അപ്പൊ എല്ലാവർക്കും എല്ലാ വിജയാശംസകളും. താങ്ക് യു.